ഇന്ന് ഈ പുത്തൻ പുലരി ഇന്നത്തെ ഈ ഗുരുദേവ സ്മരണ തുടങ്ങിയത് ദൈവദശകം ആലപിച്ചുകൊണ്ടാണ്. ഒരു കൊച്ചുമിടുക്കി ഇപ്പോൾ മ്യൂസിക് കോളേജിൽ പഠിക്കുന്ന ദൈവദശകം 110 വർഷം മുമ്പ് ആ 10 ശ്ലോകങ്ങളിലുള്ള ദൈവദശകത്തോടെ അല്ലാതെ എങ്ങനെ ശ്രീനാരായണ ഗുരു ജയന്തി ആരംഭിക്കും? പക്ഷേ ഒരു ചോദ്യം അപ്പോഴവിടെ കിടക്കുന്നു. ഈ ദൈവദശകം സംസ്ഥാനത്തിൻ്റെ പ്രാർത്ഥനാഗീതമാക്കണമെന്നുള്ളൊരു ആവശ്യം ഇങ്ങനെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ മഠങ്ങൾ കയറി ഇറങ്ങുന്നവർ അധികാരസ്ഥാനത്തിലെത്തുമ്പോൾ ദൈവദശകത്തെ എന്തുകൊണ്ട് ഭയക്കുന്നു? ദൈവദശകത്തെ പ്രാർത്ഥനാഗീതമാക്കിയിട്ട് നിങ്ങൾ ആ മഠത്തിൽ കയറി ഇറങ്ങൂ എന്നവരോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശ്രീ കാഭ സുരേന്ദ്രൻ, ഇതുകൂടി ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തോടു കൂടി നമുക്ക് ഗുരുവിൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ സെഗ്മെൻറ്റിലെ അനുസ്മരണം സമാപിക്കാം. അതിൻ്റെ കാരണവും ഉണ്ട്. സത്യത്തിൽ ദൈവദശകം അതിലെ ഈ സനാതനധർമ്മം തന്നെയാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. അത് ശരിക്കും അദ്വൈത ദർശനം തന്നെയാണെന്ന് ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ ദൈവദശകം സർവമതങ്ങൾക്കും സർവ മനുഷ്യർക്കും ചൊല്ലാൻ കഴിയുന്ന ലളിത സുന്ദര പദങ്ങളോട് കൂടിയ ഒരു പ്രാർത്ഥനാഗീതമാണെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന ഇൻവെർട്ടഡ് കോമായിൽ അവർ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അവർ ഭയപ്പെടുന്ന കണ്ടൻ്റാണ് അതിനുള്ളിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ എല്ലാ മതവാദികൾക്കും മതമില്ലാത്തവർക്കും ഒക്കെ, കാരണം പ്രത്യക്ഷത്തിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ദൈവത്തെ എടുത്തു പറയുന്നില്ലല്ലോ, ഒരു ദേവതയെ എടുത്തു പറയുന്നില്ല. അപ്പോൾ അത് സർവമത പ്രാർത്ഥന ആക്കാവുന്നതാണ് സത്യത്തിൽ. അപ്പോൾ എനിക്കും അതുതന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ ഗുരുവിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നവർ, ഗുരുദേവനാണ് കേരളത്തിൻ്റെ എല്ലാം എന്ന് പറയുന്നവർ ചെയ്യേണ്ടത് ഇന്ന് അവരുടെ കയ്യിലാണല്ലോ. 1956 മുതൽ 57 മുതൽ ഇപ്പോൾ ഇതാ 2024 പലതവണ അധികാരത്തിലേറിയവരാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഗുരുദേവനോട് അല്പമെങ്കിലും ആദരവുണ്ടെങ്കിൽ, ഗുരുദേവ ദർശനത്തിനോട് അല്പമെങ്കിലും സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ ദൈവദശകത്തെ കേരളത്തിൻ്റെ ഔദ്യോഗിക പ്രാർത്ഥനാ ഗീതമായി പ്രഖ്യാപിക്കുവാൻ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പറ്റുമെങ്കിൽ അത് പ്രഖ്യാപിച്ചിട്ട് ഗുരുദേവൻ്റെ ദർശനത്തെക്കുറിച്ചും ഗുരു വർക്കലയിൽ, ശിവഗിരിയിൽ അല്ലെങ്കിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ കാലെടുത്തു വയ്ക്കുന്നതിന് മുൻപ്, ഇന്ന് സുദിനമാണ്, ഗുരുദേവൻ്റെ ജന്മദിനമാണ്, ഈ സുദിനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിക്കട്ടെ, കേരളത്തിൻ്റെ ഔദ്യോഗിക പ്രാർത്ഥനാ ഗീതം ദൈവദശകമായിരിക്കും എന്ന്. എങ്കിൽ അതേറ്റവും വലിയ ഒരു സംഭാവനയായി ഇടതുപക്ഷത്തിൻ്റെ, കമ്മ്യൂണിസത്തിൻ്റെ, കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പോരാ മുഴുവൻ കേരളത്തിൻ്റെയും ഒരു വലിയ ആദരവ് നേടുന്ന സന്ദർഭമായി ഗുരുദേവ ജയന്തിയിൽ ഈ പ്രാർത്ഥനാഗീതം പ്രഖ്യാപിക്കണം എന്ന് ആദരണീയനായ മുഖ്യമന്ത്രിയോട് ഞാൻ പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. നമസ്കാരം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കേരളം ഗുരുദേവനിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല.